നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. സാധന സാമഗ്രികൾ പങ്കുവയ്ക്കാൻ ഇടമൊരുക്കി കോട്ടയം ജില്ലാ ഭരണകൂടത്തിന്റെ വോൾ ഓഫ് ലവ്. കോട്ടയം ജനറൽ ആശുപത്രിയിൽ വോൾ ഓഫ് ലവ് സ്ഥാപിച്ചു. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിന്റെ പഴയ കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കി. കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നു. അടുത്ത മാസം പുതിയ ഓഫീസ് കെട്ടിടം പണി തുടങ്ങും. കാഞ്ഞിരപ്പള്ളി പഴയ പള്ളിയിലും സെന്റ് ഡൊമിനിക്സ് കത്തീഡ്രലിലും സംയുക്ത തിരുനാൾ അവസാന ദിവസങ്ങളിലേക്ക്. തിരുനാൾ പ്രദക്ഷിണം ഭക്തിസാന്ദ്രം. വാർത്തകൾ വിശദമായി. സാധന സാമഗ്രികൾ പങ്കുവയ്ക്കാൻ ഇടമൊരുക്കി കോട്ടയം ജില്ലാ ഭരണകൂടത്തിന്റെ പദ്ധതി. കോട്ടയം ജനറൽ ആശുപത്രിയിൽ സ്ഥാപിച്ച വോൾ ഓഫ് ലവിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി നിർവഹിച്ചു. നിരാലംബർക്കടക്കം സഹായമാകും വിധം സാധന സാമഗ്രികൾ പൊതുവായി പങ്കുവയ്ക്കാൻ ഒരിടമൊരുക്കുന്ന വോൾ ഓഫ് ലവിന് കോട്ടയം ജില്ലയിൽ തുടക്കം. ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയുടെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടവും വിവിധ വകുപ്പുകളും സന്നദ്ധ സംഘടനകളും സംയുക്തമായാണ് വോൾ ഓഫ് ലവ് എന്ന പങ്കുവയ്ക്കൽ ഇടങ്ങൾ സ്ഥാപിക്കുന്നത്. പൊതു ഇടങ്ങളിലും ഓഫീസുകളിലും ആശുപത്രികളിലും സ്കൂളുകളിലും കോളേജുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും സ്ഥാപിക്കുന്ന വോൾ ഓഫ് ലവ് കബോർഡുകളിൽ നമ്മൾ ഉപയോഗിക്കാതെ വെറുതെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുള്ളതും എന്നാൽ മറ്റുള്ളവർക്ക് ഉപയോഗപ്രദവുമായ സാധന സാമഗ്രികൾ സംഭാവനയായി വയ്ക്കാം. നിരാലംബർക്കടക്കം ഉപകാരപ്പെടുന്ന പുതിയ വസ്ത്രങ്ങളടക്കമുള്ള എല്ലാ സാധന സാമഗ്രികളും സംഭാവനയായി നൽകാം. ആവശ്യമുള്ളവർക്ക് ഇത് എടുത്തുകൊണ്ടുപോയി ഉപയോഗിക്കാം. കോട്ടയം ജനറൽ ആശുപത്രിയിൽ സ്ഥാപിച്ച വോൾ ഓഫ് ലവിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി നിർവഹിച്ചു. നമ്മളെയാണ് ഏറ്റെടുക്കേണ്ടത്. ഇത് നമ്മുടെ സാധനങ്ങൾ എപ്പോഴും ഉണ്ടാവണം. ജനങ്ങൾക്ക് അത്യാവശ്യം എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാവണം. അത് നമ്മുടെ സ്റ്റാഫ് വരുന്ന പേഷ്യൻസ് കുറച്ച് വൈകിട്ട് പേഷ്യൻസ് ഇത് നമ്മുടെ എപ്പോഴും ഇത് ഫുള്ളായിരിക്കും. ജില്ലാ കളക്ടർ ബാഗ് സംഭാവനയായി വോൾ ഓഫ് ലവ് കബോർഡിൽ വച്ചു. ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിക്കപ്പെടുന്നവർക്കായി ലയൺസ് ഡിസ്ട്രിക്ട് 318 ബിയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കബോർഡ് സ്ഥാപിച്ചതിനൊപ്പം ബെഡ്ഷീറ്റ്, വസ്ത്രങ്ങൾ, തുണികൾ, പേസ്റ്റ്, സോപ്പ്, ബ്രഷ്, ബക്കറ്റ്, മഗ് തുടങ്ങിയ നിർധനരും ആലംബഹീനരുമായ രോഗികൾക്ക് ആശുപത്രിവാസവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന സാധന സാമഗ്രികളാണ് വോൾ ഓഫ് ലവിൽ സംഭാവനയായി ലയൺസ് ക്ലബ്ബ് നൽകിയത്. ആവശ്യക്കാർക്ക് ഇവയെടുത്ത് ഉപയോഗിക്കാം. സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് സാധന സാമഗ്രികൾ വാങ്ങി ഇവിടുത്തെ വോൾ ഓഫ് ലവ് കബോർഡിൽ വയ്ക്കാം. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ജി നിർമ്മൽകുമാർ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം ശാന്തി, ലയൺസ് ഡിസ്ട്രിക്ട് 318 ബി ഗവർണർ ഡോക്ടർ ബിനോ ഐ കോശി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ അരുൺകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന്റെ പഴയ കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കി. 1960 നിർമ്മിച്ച 2 നില കെട്ടിടമാണ് പൊളിച്ചു മാറ്റിയത്. കോമ്പൌണ്ടിലെ കുടുംബശ്രീ ഓഫീസ് മന്ദിരവും ജനകീയ ഹോട്ടൽ കെട്ടിടവും പൊളിച്ചു നീക്കി. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്ത മാസം ആരംഭിക്കും. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി പഴയ കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കി. 1960 നിർമ്മിച്ച 2 നില കെട്ടിടമാണ് 1 മാസത്തോളം എടുത്ത് പൂർണ്ണമായും പൊളിച്ചു നീക്കിയത്. പഞ്ചായത്ത് ഓഫീസിനോട് അനുബന്ധിച്ചുണ്ടായിരുന്ന കുടുംബശ്രീ ഓഫീസ് കെട്ടിടവും ഇതേ വളപ്പിലുണ്ടായിരുന്ന ജനകീയ ഹോട്ടൽ കെട്ടിടവും പൊളിച്ചു നീക്കി. അടുത്ത മാസം പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു. കെട്ടിടം പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണിപ്പോൾ. തറ നിരപ്പാക്കിയ ശേഷം സ്ഥലം പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് കരാറെടുത്ത കമ്പനിയെ ഏൽപ്പിക്കും. മൂവാറ്റുപുഴ കേന്ദ്രമായുള്ള നിർമ്മാണ കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. പണികൾ തുടങ്ങുന്നതിന് മുന്നോടിയായി ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്, പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ തങ്കപ്പൻ എന്നിവരുടെ നേതൃത്വത്തിൽ കമ്പനി പ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും പങ്കെടുപ്പിച്ച് ഫെബ്രുവരി 3 യോഗം ചേരും. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി സ്ഥലം നിർമ്മാണ കമ്പനിക്ക് കൈമാറുന്ന തീയതി അന്ന് നിശ്ചയിക്കും. 1.5 വർഷത്തിനുള്ളിൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതുവരെ പഞ്ചായത്ത് ഓഫീസ് ടൗൺ ഹാളിലാണ് പ്രവർത്തിക്കുന്നത്. ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 3.5 കോടി രൂപയോളം മുടക്കിയാണ് പുതിയ കെട്ടിടം പണിയുന്നത്. 1.5 വർഷത്തിനുള്ളിൽ പുതിയ കെട്ടിടത്തിന്റെ പണികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. 3 നിലകളിലായി 16,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടമാണ് പുതുതായി നിർമ്മിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളി പഴയ പള്ളിയിലും കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കത്തീഡ്രലിലും സംയുക്ത തിരുനാൾ പുരോഗമിക്കുന്നു. വൈകിട്ട് ടൗൺ ചുറ്റി നടന്ന ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം കാഞ്ഞിരപ്പള്ളിക്ക് മറക്കാനാവാത്ത അനുഭവമായി. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കത്തീഡ്രലിലും മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പഴയ പള്ളിയിലും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ ഡൊമിനിക്കിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ പുരോഗമിക്കുന്നു. പഴയ പള്ളിയിൽ വിവിധ സമയങ്ങളിൽ നടന്ന പരിശുദ്ധ കുർബാനകൾക്ക് ഫാദർ ബോബി അലക്സ് മണ്ണംപ്ലാക്കൽ, ഫാദർ മാത്യു ശൗര്യംകുഴി, ഫാദർ മാത്യു പാലക്കൽ, ഫാദർ വർഗീസ് പരിന്തിരിക്കൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു.
ദിവസം നിശ്ചിത സമയങ്ങളിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കും. വൈകിട്ട് 6:30 തിരുനാൾ പ്രദക്ഷിണത്തിന് ശേഷം കൊടിയിറങ്ങും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. PT തോമസ് ആൻഡ് ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കോട്ടയം ജില്ലയിലെ കാഴ്ച പരിമിതിയുള്ളവർക്കായി വിവിധ സേവന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കാഴ്ച പരിമിതിയുള്ളവർക്കായി വെള്ളവടി ബ്ലൈൻഡ് അസോസിയേഷൻ ഭാരവാഹികൾക്ക് കൈമാറി. PT തോമസ് ആൻഡ് ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കോട്ടയം ജില്ലയിലെ കാഴ്ചപരിമിതിയുള്ളവർക്ക് വേണ്ടിയുള്ള സേവന പദ്ധതികൾ ആരംഭിച്ചു. കാഴ്ചപരിമിതിയുള്ളവർ ഉപയോഗിക്കുന്ന വെള്ളവടി ബ്ലൈൻഡ് അസോസിയേഷൻ കോട്ടയം ജില്ലാ ഭാരവാഹികളെ ഏൽപ്പിച്ച് തോമസ് മാഷും കോട്ടയം മേഖലയിലെ ട്രസ്റ്റിന്റെ കോർഡിനേറ്ററുമായ അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസും ചേർന്ന് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ജില്ലയിൽ നിന്നും വെള്ളവടി ആവശ്യമുള്ള മുഴുവൻ പേർക്കും വാങ്ങി നൽകാനും ട്രസ്റ്റ് തീരുമാനിച്ചിട്ടുണ്ട്. കാഴ്ചപരിമിതിയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഭാരവാഹികൾ ആവശ്യപ്പെടുന്ന അത്രയും ബ്രെയിൻ ലിപി സെറ്റ് വാങ്ങി നൽകുകയും ചെയ്യും. ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പാവപ്പെട്ട കിഡ്നി രോഗികളായ 1000 പേർക്ക് സൗജന്യമായും 1500 പേർക്ക് 50% സബ്സിഡിയോടെയും 3 പ്രാവശ്യം ഉപയോഗിക്കാവുന്ന മികച്ചിനം ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ഫെബ്രുവരി 4-ാം തീയതി തിങ്കളാഴ്ച നടക്കും. 50 കിറ്റുകൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് കൈമാറിക്കൊണ്ടാണ് ട്രസ്റ്റ് ചെയർമാൻ നിർവഹിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ ദ്രോണാചാര്യ KP തോമസ് മാഷ്, അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസ്, രാജസ് തോമസ്, ബ്ലൈൻഡ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികളായ AE യൂസഫ്, ബിജുമോൻ TS, KK സോമസുന്ദരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇളംകുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് സമാപനം. വൈകുന്നേരം ആറാട്ട് ബലി, കൊടിയിറക്ക് എന്നിവയ്ക്ക് ശേഷമാണ് ആറാട്ടിന് പുറപ്പെട്ടത്. പള്ളിവേട്ട ദിനമായ തിങ്കളാഴ്ച വൈകുന്നേരം നടന്ന ശ്രേഷ്ഠമായ കാഴ്ചശ്രീബലി ദർശിക്കാൻ നൂറുകണക്കിന് ആളുകൾ ക്ഷേത്രത്തിലെത്തി. PC ജോർജ് BJPയിലേക്ക്. ജനപക്ഷം BJPക്ക് ഒപ്പം പോകുമെന്നും BJPയിൽ അംഗത്വം എടുക്കണമെന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെ അഭിപ്രായമെന്നും PC ജോർജ് പറഞ്ഞു. പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകണമെന്ന് നിർബന്ധമില്ലെന്നും PC ജോർജ് കൂട്ടിച്ചേർത്തു. ഭിന്നശേഷിക്കാരിയായ വയോധികയ്ക്ക് നവകേരള സദസ്സിലൂടെ വെളിച്ചം. തിരുവാർപ്പിലെ KSCB ജീവനക്കാരാണ് കോട്ടയം കിളിരൂർ സ്വദേശിയായ കുഞ്ഞുഞ്ഞമ്മയ്ക്ക് വീട്ടിൽ സൗജന്യ വൈദ്യുതി കണക്ഷൻ നൽകിയത്. ഭിന്നശേഷിക്കാരിയായ വയോധികയ്ക്ക് വീട്ടിൽ സൗജന്യമായി വൈദ്യുതി എത്തിച്ച് KSCB ജീവനക്കാർ. കോട്ടയം കിളിരൂർ കമ്പിത്തറയിൽ കുഞ്ഞുഞ്ഞാമ്മയ്ക്കാണ് വീട്ടിൽ വൈദ്യുതി കണക്ഷൻ ലഭിച്ചത്. പ്രളയത്തെ തുടർന്ന് വീട് നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുഞ്ഞാമ്മയ്ക്ക് EMS ഭവന പദ്ധതിയിലൂടെ വീട് ലഭിച്ചെങ്കിലും മറ്റു സൗകര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പരിതാപകരമായ ജീവിത സാഹചര്യത്തിലൂടെ കടന്നുപോകുന്ന കുഞ്ഞുഞ്ഞാമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വീട്ടിൽ വൈദ്യുതി എത്തുന്നത്. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ നൽകിയ അപേക്ഷ പരിഗണിക്കപ്പെട്ടപ്പോൾ തിരുവാർപ്പ് KSCB ഓഫീസിലെ ഉദ്യോഗസ്ഥർ കുഞ്ഞുഞ്ഞമ്മയുടെ വീട്ടിലെത്തി അവസ്ഥ മനസ്സിലാക്കി. ബൾബും സ്വിച്ച് ബോർഡ് വാങ്ങിയതും വയറിംഗ് ചെയ്തതുമെല്ലാം KSCB ജീവനക്കാരാണ്. KSCB ഓവർസിയർ അനിൽകുമാർ, പീറ്റർ ദേവസ്യ എന്നിവർ ശ്രമദാനത്തിന് നേതൃത്വം നൽകി. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മിനി മാത്യു, അസിസ്റ്റന്റ് എഞ്ചിനീയർ സജനി നായർ എന്നിവർ ചേർന്ന് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. കൂടാതെ കുഞ്ഞുഞ്ഞമ്മയെ വൈദ്യുതി ബില്ലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് ചെയർമാനുമായിരുന്ന KM മാണിയുടെ 91ാം പിറന്നാൾ കാരുണ്യ ദിനമായി ആചരിച്ചു. കോൺഗ്രസ് പാലാ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ദിനാചരണം. കേരള കോൺഗ്രസ് ചെയർമാനും മുൻ മന്ത്രിയുമായിരുന്ന KM മാണിയുടെ 91ാം പിറന്നാൾ പാലാ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മരിയ സദനത്തിൽ കാരുണ്യ ദിനമായി ആചരിച്ചു. പാലാ രൂപത മുഖ്യ വികാരി ജനറൽ റവറന്റ് ഡോക്ടർ ജോസഫ് തടത്തിൽ ഉദ്ഘാടനം ചെയ്തു. നല്ലൊരു ഹൃദയബന്ധം സാറുമായിട്ട് എനിക്കുണ്ടായിരുന്നു. ഒരാനുകൂല്യവും പറ്റിയിട്ടില്ല. പിന്നെ ഹൃദയബന്ധമാണ്. അതുകൊണ്ട് തന്നെ മാണിസാറിനോട് എൻ്റെ മുടി നനച്ചുകൊണ്ട് ഇപ്പോൾ സീനിയോറിറ്റി ഒക്കെ തോന്നുമെങ്കിലും മാണിസാറിനോട് ഞാൻ വളരെ കർക്കശമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കൂടുതൽ പരിചയക്കാരായതും മാണിസാറിനെ കൂടുതൽ എനിക്കറിയാൻ പറ്റിയതും അങ്ങനെയാണ്. കർക്കശമായ നിലപാടുകൾ ഞാൻ സ്വീകരിച്ചപ്പോൾ പുള്ളിക്ക് വേണം ചിന്തിക്കായിരുന്നു, ഒരു കൊച്ചൻ 2 തട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ, വേണമെങ്കിൽ നോക്കാം. സാർ അങ്ങനെയൊന്നുമില്ല. ഞാൻ ഓർക്കുന്നത് സാർ എപ്പോഴും എൻ്റെ ഒരു മറുവശം പറയാനൊക്കെ ഇടപെടി ശ്രമിച്ചിട്ടുണ്ട്. രവി പാല അധ്യക്ഷത വഹിച്ചു. നഗരസഭ ആക്ടിംഗ് ചെയർപേഴ്സൺ ലീന സണ്ണി, കൌൺസിലർമാരായ ബൈജു കൊല്ലംപറമ്പിൽ, ഷാജു തുരുത്തൻ, ജോസിൻ ബിനോ, മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജോ പൂവത്താനി, യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് സിറിയക് ചാഴിക്കാടൻ, സന്തോഷ്, മരിയ സദനം, കേരള കോൺഗ്രസ് പ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാല. തിരുവഞ്ചൂർ മോർ അന്തോണിയോസ് മൊണാസ്ട്രിയുടെ കൂദാശ ഫെബ്രുവരി 7-ന് നടക്കും. ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ കൂദാശ നിർവഹിക്കും.
കോട്ടയം തിരുവഞ്ചൂർ മോർ അന്തോണിയോസ് മൊണാസ്ട്രിയുടെ കൂദാശ ആഗമാന സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയം പാത്രിയാർക്കീസ് ബാവ ഫെബ്രുവരി 7 നിർവഹിക്കും. 8-ാം തീയതി തൂത്തൂട്ടി മോർ ഗ്രിഗോറിയർ ധ്യാന കേന്ദ്രത്തിൽ പാത്രിയാർക്കീസ് ബാവ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും യാക്കോബായ സുറിയാനി സഭയുടെ 7 വൈദികർക്ക് റമ്പാൻ സ്ഥാനം നൽകുകയും ചെയ്യും. ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ഓസ്ട്രേലിയൻ അതിഭദ്രാസന നിയുക്ത മെത്രാപ്പൊലീത്ത ഫാദർ ജോർജ് വയലിപ്പറമ്പിൽ, പൗരസ്ത്യ സുവിശേഷ സമാജത്തിനു വേണ്ടി ഫാദർ മാത്യു ജോൺ പൊക്കതയിൽ, ഫാദർ വർഗീസ് കുറ്റിപ്പുഴയിൽ, മോർ അന്തോണിയോസ് മൊണാസ്ട്രിക്ക് വേണ്ടി ഫാദർ കുര്യാക്കോസ് കൊള്ളന്നൂർ, ഫാദർ ജോഷി വെട്ടിക്കാട്ടിൽ, ഫാദർ കുര്യൻ പുതിയ പുരയിടത്തിൽ, ഫാദർ കുര്യാക്കോസ് ജോൺ പറയൻ കുഴിയിൽ എന്നിവർക്കാണ് റമ്പാൻ സ്ഥാനം നൽകുന്നത്. ഫെബ്രുവരി 7 വൈകുന്നേരം 4:30 പട്ടിത്താനം ജംഗ്ഷനിലെത്തുന്ന ബാവയെ ഏറ്റുമാനൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ സ്വീകരിക്കും. വൈകിട്ട് 5 മണിക്ക് മൊണാസ്ട്രിയുടെ അങ്കണത്തിലെത്തുന്ന പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയെ റമ്പാൻ സ്ഥാനം സ്വീകരിക്കുന്ന 7 വൈദികർ ചേർന്ന് കത്തിച്ച മെഴുകുതിരി കൊടുത്ത് മാലയിട്ട് സ്വീകരിക്കും. 5:30 മോർ അന്തോണിയോസ് മൊണാസ്ട്രിയുടെ ആദ്യ ബ്ലോക്കിന്റെ കൂദാശ പാത്രിയാർക്കീസ് ബാവ നിർവഹിക്കും. വൈകിട്ട് 7:30 നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പാത്രിയാർക്കീസ് ബാവ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പരിശുദ്ധ പാത്രിയാർക്കീസ് 7-ാം തീയതി 5 മണിക്ക് കൂദാശയ്ക്ക് ശേഷം ഒരു പ്രൊസഷനായിട്ട് തൂത്തൂട്ടിയിലേക്ക് വരും. തുറന്ന വാഹനത്തിൽ ഒരു സ്വീകരണമാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്, ജനങ്ങൾക്ക് കാണുവാൻ തക്കവണ്ണം. അതിനുശേഷം 7 മണിയോടുകൂടി ഒരു പൊതുസമ്മേളനം നടക്കും. അവിടെ വെച്ച് പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ്. തൂത്തൂട്ടി മോർ ഗ്രിഗോറിയൽ ധ്യാന കേന്ദ്രത്തിൽ ഫെബ്രുവരി 8 രാവിലെ 7 മണിക്ക് പ്രഭാത പ്രാർത്ഥനയും 8 പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്യും. പരിശുദ്ധ ബാവയുടെ ശ്ലൈഹിക സന്ദർശനത്തിന്റെയും മൊണാസ്ട്രി കൂദാശയുടെയും വിളംബരാർത്ഥം ഫെബ്രുവരി 3 രാവിലെ 11 മണിക്ക് മഞ്ഞിനിക്കര മോർ ഇഗ്നാത്യോസ് ദയറായിൽ നിന്നും മോർ അന്തോണിയോസ് മൊണാസ്ട്രിയിലേക്ക് ദീപശിഖ പ്രയാണവും നടക്കും. ഇടുക്കി ഭദ്രാസനാധിപനും തൂത്തൂട്ടി മോർ ഗ്രിഗോറിയൻ ധ്യാന കേന്ദ്രം ഡയറക്ടറുമായ സഖറിയാസ് മോർ പീലക്സിനോസ്, പ്രോഗ്രാം ജനറൽ കൺവീനർ കുര്യാക്കോസ് കോർ എപ്പിസ്കോപ്പ മണലേൽച്ചിറ, ഫാദർ ജോസി അട്ടച്ചിറ, ഫാദർ കുര്യാക്കോസ് കൊള്ളന്നൂർ, ഫാദർ എബിൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഒരു കാലത്ത് അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടിരുന്ന പുലിയന്നൂർ ന്യൂ LP സ്കൂളിലെ നീലാംബരി എ സിംഫണി എന്ന സർഗാത്മക സമിതി ദേശീയ കോൺഫറൻസിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. കോവിഡ് കാലത്താണ് നീലാംബരി സിംഫണി രൂപീകരിച്ചത്. 1911 പുലിയന്നൂർ ഗവൺമെന്റ് ന്യൂ LP സ്കൂൾ സ്ഥാപിച്ചത്. ഒരു കാലത്ത് 10-ൽ താഴെ കുട്ടികളുമായി അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടിരുന്ന സ്കൂളാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത്. 2019 ആശാ ബാലകൃഷ്ണൻ പ്രധാന അധ്യാപികയായി ചുമതലയേറ്റതോടെയാണ് ഇവിടെ മാറ്റങ്ങൾക്കും തുടക്കമായത്. ഗ്രാമപഞ്ചായത്തിന്റെ പൂർണ്ണമായ സഹകരണവും സ്കൂളിൽ ലഭിച്ചതോടെ സ്കൂളിന്റെ നിലവാരവും മെച്ചപ്പെട്ടു. കോവിഡ് കാലത്താണ് നീലാംബരി എ സിംഫണി എന്ന രക്ഷകർത്ത സംഗമ സമിതിക്ക് തുടക്കമായത്. സ്കൂളിലെ കുട്ടികളുടെ പ്രതിഭകളായ മാതാപിതാക്കളുടെ കഴിവുകൾ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രയോജനപ്പെടുത്തുക എന്നതാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ഈ കൊച്ചു വിദ്യാലയത്തിൻ്റെ ഒരു തനത് പ്രവർത്തനം ഇന്ന് നമ്മുടെ തലസ്ഥാനത്ത് ദേശീയ കോൺഫറൻസിൽ അവതരിപ്പിക്കപ്പെടുന്നതിൽ ഞങ്ങൾക്ക് ഏവർക്കും ഏറ്റവും വലിയ അഭിമാനമുണ്ട്. നീലാംബരി എ സിംഫണി എന്ന പ്രവർത്തനമാണ് ഇന്ന് ആദ്യം സംസ്ഥാന തലത്തിലും ഇന്ന് ദേശീയ തലത്തിലും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടേതുപോലെ ഒരു വിദ്യാലയത്തിൽ രക്ഷിതാക്കൾ ഭൂരിപക്ഷവും ടാലൻറ്റഡാണ്, വലിയ സർഗാത്മക കഴിവുകളുള്ളവർ. അവരുടെ കഴിവുകൾ ഈ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. പേപ്പർ ക്രാഫ്റ്റ്, ശില്പനിർമ്മാണം, അക്കാദമികമായിട്ട് വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ, അങ്ങനെ വ്യത്യസ്ത മേഖലകളിലുള്ള രക്ഷിതാക്കളുടെ കഴിവുകളാണ് ഈ സ്കൂളിൽ പ്രയോജനപ്പെടുത്തുന്നത്. 2022-23 അധ്യയന വർഷത്തിൽ പാലാ സബ് ജില്ലയിലെ ബെസ്റ്റ് PT അവാർഡ്, കോട്ടയം റവന്യൂ ജില്ലാ തലത്തിൽ ബെസ്റ്റ് PT അവാർഡ് 2ാം സ്ഥാനം, മുത്തോലി ഗ്രാമപഞ്ചായത്തിലെ മാതൃകാ വിദ്യാലയ പദവി തുടങ്ങിയ അംഗീകാരങ്ങൾ സ്കൂളിനെ തേടിയെത്തി. SCCRTയുടെ മികവ് സീസൺ 4ലേക്ക് കോട്ടയം ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏക വിദ്യാലയവും പുലിയന്നൂർ ഗവൺമെന്റ് ന്യൂ LP സ്കൂളാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന NICL നടത്തുന്ന ദേശീയ കോൺഫറൻസിലേക്ക് നീലാംബരി എ സിംഫണിയുടെ പ്രവർത്തനം തിരഞ്ഞെടുക്കപ്പെട്ടത് ഗ്രാമപഞ്ചായത്തിനും അഭിമാനകരമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് പറഞ്ഞു. നമ്മുടെ നീലാംബരി സിംഫണി എന്നൊരു, അതായത് കുട്ടികളുമായിട്ട് രക്ഷകർത്താക്കളും കുട്ടികളുമായിട്ടുള്ള ഒരു ബന്ധം, അല്ലെ രക്ഷകർത്താക്കളും അത് ഓരോ കുട്ടികളുടെ രക്ഷകർത്താക്കളും എല്ലാ കുട്ടികളുമായിട്ടുള്ള നല്ല ബന്ധം പുലർത്തി കുട്ടികളുടെ പഠന മികവ് പുലർത്തുന്ന ഒരു സംഭവമാണ് നീലാംബരി സിംഫണി എന്നൊരു വ്യത്യസ്തമായ ആശയമാണ്
നമ്മുടെ ഈ സ്കൂള് മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ അഭിമാനം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ നിന്നുള്ള ഏക സ്കൂള് എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്കൂളാണ്. നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഡൽഹി നടക്കുന്ന ആ സെമിനാറിൽ ഈ സ്കൂളിൻ്റെ നീലാംബരി സിംഫണി ഇന്ന് അവതരിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. ശുഭ റോയിയാണ് സിംഫണിയുടെ കൺവീനർ. ന്യൂസ് ബ്യൂറോ, പാല. അറിയിപ്പ്: കുറുപ്പന്തറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഫാർമസിസ്റ്റ് തസ്തികയിൽ താൽക്കാലിക നിയമനം. ബി.ഫാം, ഡി.ഫാം ആണ് യോഗ്യത. രേഖകൾ സഹിതം ബയോഡാറ്റ ഫെബ്രുവരി 7 വൈകിട്ട് 5 മുമ്പ് phckkurupundara@gmail.com എന്ന ഇമെയിലിലേക്ക് അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0482924450. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിന്റെ 1 വർഷം ദൈർഘ്യമുള്ള സർക്കാർ അംഗീകൃത പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ശനിയാഴ്ചകളിൽ മാത്രമാണ് ക്ലാസ്. യോഗ്യത SSLC, +2, ITI, ഡിപ്ലോമ, ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് മുൻഗണന. പ്രായപരിധിയില്ല. ഫോൺ 7561866186. MG സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ബയോസയൻസിൽ മെഡിക്കൽ ലാബ് ടെക്നോളജിസ്റ്റ് തസ്തികയിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത BSc MLT. പ്രായം 36. അപേക്ഷാ ഫോം സർവകലാശാല വെബ്സൈറ്റിൽ. വിവരങ്ങൾക്ക് adfi@mgu.ac.in. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാധന സാമഗ്രികൾ പങ്കുവയ്ക്കാൻ ഇടമൊരുക്കി കോട്ടയം ജില്ലാ ഭരണകൂടത്തിന്റെ വോൾ ഓഫ് ലവ്. കോട്ടയം ജനറൽ ആശുപത്രിയിൽ വോൾ ഓഫ് ലവ് സ്ഥാപിച്ചു. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിന്റെ പഴയ കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കി. കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നു. അടുത്ത മാസം പുതിയ ഓഫീസ് കെട്ടിടം പണി തുടങ്ങും. കാഞ്ഞിരപ്പള്ളി പഴയ പള്ളിയിലും സെന്റ് ഡൊമിനിക്സ് കത്തീഡ്രലിലും സംയുക്ത തിരുനാൾ അവസാന ദിവസങ്ങളിലേക്ക്. തിരുനാൾ പ്രദക്ഷിണം ഭക്തിസാന്ദ്രം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.